ഇപ്പോഴും ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒട്ടനവധി മനുഷ്യര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു രോഗസൗഖ്യം കിട്ടി എന്ന് വിചാരിച്ച് പിന്നെ ഒരിക്കലും രോഗിയാകില്ല എന്നർത്ഥമില്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങൾ തന്നെയോ നിങ്ങളുടെ സൗഹൃദത്തിലോ ബന്ധത്തിലോ ഉള്ളവര്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് ഈ ദിവസം 29-ാം ദിവസം നമുക്ക് രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും യൗസേപ്പിന്റെ മാധ്യസ്ഥ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 29-ാമത്തെ ദിവസം. യൗസേപ്പ് പിതാവിനെ ധ്യാനിച്ച് മാർച്ച് 19 യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ദിവസം നമ്മൾ ഒരുമിച്ച് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സഭ മുഴുവനെയും ലോകം മുഴുവനെയും യൗസേപ്പിൻ്റെ പക്കൽ പ്രത്യേകം പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷ. പ്രത്യേകമായി ദിവസങ്ങളിൽ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ യുദ്ധഭീതിയെ പ്രത്യേകം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോഴും ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒട്ടനവധി മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർ കടന്നു പോകുന്ന ആകുലതകളെ പ്രത്യേകം യൗസേപ്പ് പിതാവ് വഴി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യൗസേപ്പ് പിതാവ് രോഗികളുടെ പ്രത്യാശ. സെയിൻറ്റ് ജോസഫ്, ഹോപ്പ് ഓഫ് സിക്ക്, പ്രേ ഫോർ അസ്. സെയിൻറ്റ് ജോസഫ്, ഹോപ്പ് ഓഫ് സിക്ക്, പ്രേ ഫോർ അസ്. യൗസേപ്പ് പിതാവേ, രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യൗസേപ്പ് പിതാവിനോട് മാധ്യസ്ഥ്യം തേടി രോഗസൗഖ്യം ലഭിച്ച ഒട്ടനവധി പേരുണ്ട്. വിശുദ്ധര് തന്നെയും ഉണ്ട് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി സൗഖ്യം അനുഭവിച്ചവർ. അവരിൽ പ്രധാനപ്പെട്ട ഒരാൾ സെയിൻറ്റ് തെരേസ ഓഫ് ആവിലയാണ്. ആവിലായിലെ അമ്മ ത്രേസ്യ. ആവിലായിലെ അമ്മ ത്രേസ്യ രോഗാതുരയായപ്പോൾ മരണത്തോട് മല്ലിട്ടൊരു നേരത്ത്, അർദ്ധപ്രാണനായി മാറിയൊരു നേരത്ത് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴിയാണ് ആവിലായിലെ അമ്മ ത്രേസ്യ സൗഖ്യം പ്രാപിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി രോഗസൗഖ്യം അനുഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിശുദ്ധ സെയിൻറ്റ് തെരേസ ഓഫ് ലിസ്യു ആണ്. ലിസ്യുവിലെ കൊച്ചു ത്രേസ്യ, ചെറുപുഷ്പം. നമുക്കറിയാം, കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ സെയിൻറ്റ് ലൂയി ആൻഡ് സെലി മാർട്ടിൻ. ഇവർക്ക് പിറന്ന 2 ആൺകുഞ്ഞുങ്ങൾ മരിച്ചുപോയി. 2 ആൺകുഞ്ഞുങ്ങൾ മരിച്ചുപോയതിൻ്റെ 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു. മരിച്ചുപോയതിൻ്റെ സങ്കടത്തിലായിരുന്നു ഈ സെയിൻറ്റ് ലൂയിയും സെലി മാർട്ടിനും. അപ്പോൾ വീണ്ടും ഈ സെലി മാർട്ടിൻ കൺസീവ് ചെയ്തപ്പോൾ, അവൾ ഗർഭിണിയായപ്പോൾ അവർ ഉറപ്പിച്ചു ഇനി പിറക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടി തന്നെയാണ്. എന്നിട്ട് ആ ആൺകുട്ടിക്കിടാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പേര് ജോസഫ് എന്നതായിരുന്നു. യൗസേപ്പിൻ്റെ പേര് ഈ കുഞ്ഞിനിട്ട് കൊടുക്കാമെന്ന് അവർ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഒരുങ്ങി. പക്ഷേ പിറന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് അവരിട്ട പേര് തെരേസ്. അതാണ് കൊച്ചു ത്രേസ്യ. അപ്പോൾ ജീവഹാനി ഇല്ലാതെ, തൊട്ടു മുമ്പ് 2 ആൺകുട്ടികൾ മരിച്ചു പോയതാണ്. ജീവഹാനി ഇല്ലാതെ കുഞ്ഞിനെ കിട്ടി. പക്ഷെ കൊച്ചിനെ കിട്ടി ഇതിൻ്റെ പിറവിക്ക് ജനനത്തിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൊച്ചു ത്രേസ്യ, ഈ തെരേസ് സിക്കായിട്ട് മാറി, രോഗാതുരയായിട്ട് മാറി. അത് വളരെ ഡെഡ്ലി സിറ്റുവേഷനായിട്ട്, മരണാസന്നമായ ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചെത്തി. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പേഴ്സ് ഉണ്ട്. അവർ കുഞ്ഞിനെ നോക്കുന്ന നേരത്ത്, അതായത് മരണം അടുത്തെത്തി, മരണം ഏകദേശം സുനിശ്ചിതമായി, ആ നേരത്ത് സെലി മാർട്ടിൻ അവരുടെ ബെഡ്റൂമിൽ പ്രവേശിച്ച് അവിടെ യൗസേപ്പ് പിതാവിൻ്റെ ഒരു രൂപമിരിപ്പുണ്ടായിരുന്നു. ആ രൂപത്തിൻ്റെ പക്കൽ വന്ന് യൗസേപ്പ് പിതാവിനോട് തിരുക്കുടുംബത്തെ കാത്ത, മറിയത്തെ സംരക്ഷിച്ച, ഉണ്ണിമിശിഹായിക്ക് കാവലായ യൗസേപ്പ് പിതാവേ, എൻ്റെ കുഞ്ഞിന് നീ കാവലാകണേ, എൻ്റെ കുഞ്ഞിന് നീ വഴി സൗഖ്യം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് കൊച്ചിൻ്റെ അടുത്തെത്തിയപ്പോൾ കൊച്ച് ജീവനറ്റ് പോയിരുന്നു. മരണത്തോടടുത്തു, ഏകദേശം മരിച്ചൻ തന്നെയായി, സ്റ്റക്ക്. ജീവൻ്റെ ലക്ഷണങ്ങളൊന്നും കുഞ്ഞ് കാണിക്കുന്നില്ല. സെലി മാർട്ടിൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുത്തു.
ദൈവഹിതം നടപ്പിലാകട്ടെ എന്ന് വിചാരിച്ച് തന്നെ സലീമാട്ടിൽ നിന്നു. പക്ഷെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞു തെരേസ് കണ്ണു തുറന്നു, പുഞ്ചിരിച്ചു. അങ്ങനെ ഈ കുഞ്ഞു തെരേസിന് സൗഖ്യം ലഭിക്കുകയാണ്. അത് യൗസേപ്പ് പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി സംഭവിച്ചതാണ്. ഒത്തിരി പേര് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി സൗഖ്യം പ്രാപിക്കുന്നവർ ഉണ്ട്. ഒരു രോഗസൗഖ്യം കിട്ടി എന്ന് വിചാരിച്ച് പിന്നീട് ഒരിക്കലും രോഗിയാകില്ല എന്നർത്ഥമില്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈശോ സുഖപ്പെടുത്തിയ പലരും പിന്നീട് രോഗിയായി കാണുമല്ലോ. എന്തിന്? ഈശോ ഉയർപ്പിച്ച ലാസർ പിന്നീട് മരിച്ചു പോയില്ലേ? അപ്പോൾ രോഗസൗഖ്യം ഒരിക്കൽ കിട്ടിയെന്ന് വിചാരിച്ച് ഇനി ഒരിക്കലും രോഗമുണ്ടാകില്ലെന്നല്ല, മറിച്ച് മാധ്യസ്ഥ്യ ശക്തിയുടെ വെളിപ്പെടുത്തലാണത്. യൗസേപ്പിൻ്റെ മാധ്യസ്ഥ്യം തേടാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ നിങ്ങൾ തന്നെയോ നിങ്ങളുടെ സൗഹൃദത്തിലോ ബന്ധത്തിലോ ഉള്ളവർ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് ഈ ദിവസം 29-ാം ദിവസം നമുക്ക് രോഗദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും യൗസേപ്പിൻ്റെ മാധ്യസ്ഥ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യൗസേപ്പ് പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി അവർക്ക് സൗഖ്യം ലഭിക്കാൻ. ഗർഭാരിഷ്ടതകളുടെ നേരത്ത് മറിയത്തെ പരിപാലിച്ച യൗസേപ്പ്, ശൈശവത്തിൻ്റെ സാധാരണ പാടുപീടകൾ, ശാരീരിക ക്ലേശങ്ങളിൽ ഉണ്ണിമിശിഹായ്ക്ക് തുണയായി കൂട്ടുനിന്ന യൗസേപ്പ്, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ രോഗകിടക്കയിൽ, നമ്മുടെ ക്ലേശങ്ങളിൽ, ശാരീരിക ക്ലേശങ്ങളിൽ നമുക്ക് തുണയാകും. സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും യൗസേപ്പ് പിതാവ്. പൂർണ്ണമായിട്ടും യൗസേപ്പ് പിതാവിന് രോഗികളെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കാൻ ഓർക്കുക. ഒരുമിച്ച് പ്രതിഷ്ഠാജപം ചൊല്ലി നമ്മെ തന്നെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലും ലോകം മുഴുവനിലുമുള്ള എല്ലാ രോഗികളെയും യൗസേപ്പ് പിതാവിന് സമർപ്പിച്ച് പ്രതിഷ്ഠാജപം ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.